ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട എന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ ഇവിടെയൊക്കെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ നടത്തുന്ന എന്റെ ടീമുകള് ഇപ്പോഴും ഈ പെരുന്നാക്ക് പോലും ഞാൻ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഡ്രസ്സിന് സാധനം പൈസ കൊടുത്തിട്ടില്ല. പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിനുള്ള, പക്ഷെ അവർക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല. ഇവരെ വീട്ടിൽ നിന്ന് എല്ലാ വർഷങ്ങളും നാട്ടിൽ ആ കുറ്റൂർ എന്ന് പറഞ്ഞ രാജ്യത്ത് AK മുസ്തഫാക്ക ആൻഡ് ബാബ ഹാജി അവര് കൊടുക്കും. അവര് ലക്കോഡായിട്ടും കിറ്റായിട്ടും, കിറ്റ് പറഞ്ഞാൽ വലിയ കിറ്റായിട്ടും, പിന്നെ മുസ്തഫ എന്ന് പറഞ്ഞാൽ മൂപ്പരാളെ പേരിലും അതേമാതിരി മൂപ്പരപ്പാന്റെ പേരിലും മൂപ്പര വൈഫിന്റെ പേരിലും മൂപ്പര പെണ്ണുങ്ങളെ പേരിലും അമീൻ താത്താറ് ഇവരെ പേരിലും പൈസ നമ്മളെ വീട്ടിലെത്തും. എനിക്ക് എപ്പോ പറയണേലും പ്രൗഡാണ് അവരെ പറ്റി പറയാൻ. കാരണം ഇന്ത്യയുടെ കല്ലിറക്കിക്കണ, അല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലെ ഒരു വീട്ടില് പുറത്ത് കല്ലിറക്കിക്കണ അവര് പാവപ്പെട്ടവരാണെന്ന് തോന്നിയാല് നമ്മൾ ചോദിക്കണ്ട. അവര് വണ്ടിയായിട്ട് പോകുമ്പോൾ കണ്ടാല് തിരിച്ച് പിന്നെ ചിലപ്പോൾ 8,000 റുപ്യേന്റെ പണി അല്ലെങ്കിൽ 10,000 റുപ്യേന്റെ പണിയാണ് ചിലപ്പം 15,000 റുപ്യ കൂടുന്നിടത്ത് പോയിട്ട്. പിന്നെ എൻ്റെ അവിടെ കുഴൽക്കിണർ അടിക്കുമ്പോൾ ആ വണ്ടി കണ്ടിട്ട് ആ വണ്ടിക്കാരൻ വെച്ചിട്ട് എറിഞ്ഞ് ഇജ് പൈസ കൊടുത്ത് ആകണ്ട ആണ്ട് പറയാറുണ്ട്. അവരാണ് പിന്നെ ആ പൈസ കൊടുത്തത്. പിന്നെ നമുക്ക് മോട്ടർ വെക്കാനുള്ള പൈസ അവര് മാഷാ അല്ലാഹ് ഉഷാർ അടിപൊളി. കാരണം നാട്ടിലുള്ളവരെ അത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന്, പക്ഷെ ഇവർക്ക് മണമുണ്ട്. ഇവര് അടിപൊളിയാണ്. നമ്മള് നാട്ടുകാരനെ സത്യം പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇവരെ പറ്റി പൊക്കി പറയാ, അല്ലെങ്കിൽ സത്യം പറയണമെങ്കിൽ നാട്ടിൽ ഇപ്പൊ നിങ്ങളെ നാട്ടില് ചെന്നാൽ ഇപ്പൊ അവര് ഓൻ അടിപൊളിയാന്ന് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും. എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മളെ കാര്യത്തിലാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഉള്ളുകൊണ്ട് ചിലപ്പോൾ അംഗീകരിക്കെങ്കിലും പുറത്തേക്ക് ഒരാളെ മുന്നില് ഓൻ സൂപ്പർ ആയിട്ടാന്ന് പറയാൻ ബുദ്ധിമുട്ട്. അതിപ്പോ ഇനിയിപ്പോ ഒരു ഭക്ഷണം കഴിച്ചാലും അതിപ്പോ എവിടെ പോയാലും ഇപ്പൊ ഒരു ഹോട്ടലിൽ പോയി വിചാരിച്ചോ, ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നേ കുറച്ച് ലേറ്റ് ആയി വിചാരിച്ചോളി, എവിടെടോ ഇല കിട്ടിയോന് ചോറിട്ടാഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. ചോറെവിടെടോ, ഇല എത്ര നേരമായി വന്നിട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ടോ, മോരെവിടെടോ, പപ്പടല്ലേ ചോദിക്കണവരുണ്ടോ, ഒക്കെ കിട്ടിയ വെള്ളമില്ലടോ. ആവശ്യങ്ങൾ എന്നും എങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എത്ര ആൾക്കാർക്ക് കൊടുത്താലും തയ്യില്ലോ. ഇത് പറഞ്ഞ ഹോട്ടലിന്റെ കഥ പറഞ്ഞ അതാണ് ഹോട്ടലിന്റെ കഥ പറയാൻ കാരണം. അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിപ്പോ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് സഹായിക്കൂല, ഒരു കടലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞ ആള് ചെയ്യുന്നതിനേക്കാളും ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ഒരു സ്റ്റാൻഡില് നിങ്ങൾ ഇതൊക്കെയാണ് നമ്മളെ മനസ്സിൽ ഉള്ള ചെയ്യാനുള്ള തോട്ട്. അതാണ് പറഞ്ഞു വന്നത്. ഇവരൊക്കെ ചെയ്യുന്നത് നമ്മളെ മനസ്സിൽ ഇപ്പൊ നമ്മള് വളരെ കഷ്ടപ്പെട്ട് എന്റെ പെങ്ങൾക്ക് ഹാർട്ടിന് ഹോൾസ് ഒക്കെ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ ഒക്കെ മാറി. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞ അന്നൊക്കെ സഹായിച്ചത്, മണിപ്പാളിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞത്, അതിനൊക്കെ സഹായിച്ചതൊക്കെ അതൊക്കെ നമ്മളെ മനസ്സിൽ കെടുക്കല്ലേ. അന്ന് സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെയ്യംപാട്ടിൽ ജ്വല്ലറി പുത്തനത്താണിക്കുണ്ട്, അവരെ സർഫാക്കാന്ന് പറഞ്ഞ അവരപ്പ, അവരൊക്കെ മാഷാ അല്ലാഹ് അവരൊക്കെ സഹായിച്ച അങ്ങനെ ഒരുപാട് ആളുകളെ സഹായങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒറ്റക്കൊന്നും നീന്തി കയറിയതല്ല. അങ്ങനെ ഒരുപാട് ആളുകളെ സഹായം കൊണ്ട് എത്തിക്കട്ടെ. അത് നമ്മളെ മനസ്സിൽ കണ്ട് വളർന്ന് നമുക്കും വലുതായാലും കൊടുക്കണം. കാരണം ഞാൻ മസാലയൊക്കെ വിറ്റിന്ന്, അല്ലെങ്കിൽ ഈ ഓറഞ്ചിന്റെ ഉള്ളിൽ മസാല തേച്ച് വിറ്റിന്ന കാലത്ത് 100 റുപ്യ തന്നിട്ട് 10 വാങ്ങിക്കൊണ്ടുപോയിട്ട് 10 റുപ്യ ആവുള്ളൂ, 100 റുപ്യ വെച്ചിട്ട് ബാക്കി 90 റുപ്യ എന്റെ സംരംഭം വിപുലീകരിച്ചു കണ്ടിട്ട് തരുന്ന പോണ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പറവന്നൂര്, പറവന്നൂര് അങ്ങാടിയിൽ അവരൊക്കെ നമ്മളെ മനസ്സിൽ നമ്മളെ റോൾ മോഡലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കൊടുക്കണം എന്നുള്ള ചിന്ത വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ 1 റുപ്യ കിട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർക്ക ചെയ്ത മോഡലുള്ള സംഗതികൾ ഞാൻ എൻ്റെ കുട്ടികളെ ശീലിപ്പിക്കണത്. കാരണം ഞാനത് എൻ്റെ കുട്ടികളിലൂടെ ചെയ്യുമ്പോൾ ഞാൻ നാളെ മരിച്ചു പോയാലും എൻ്റെ കുട്ടികളിൽ ജീവിച്ചിരിക്കും, അവർ കൊടുത്തുകൊണ്ടിരിക്കും. കുട്ടികളിൽ ദാനശീലം വളർത്താനാല് ഭയങ്കര സംഭവം. പല സ്കൂളുകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. കൊടുക്കാന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്, എല്ലാവരെ കൊണ്ടും പറ്റൂല. എനിക്ക് എന്ത് കിട്ടിയാലും ഇപ്പോ കൊടുക്കുക, അല്ലെങ്കിൽ എന്റെ വൈഫ് കുട്ടിയൊക്കെ എന്ത് കിട്ടിയാലും അവരെന്തായാലും കിട്ടിയത് കൊടുത്തൂടെന്ന് ചോദിക്കണ ആൾക്കാരാണ്. അങ്ങനെ അയക്ക് പോയി നമ്മള് വീണ് ഇനി അങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ മുരിങ്ങയിലായാലും എല്ലാ ഭക്ഷണവും മക്കളെ ആ ഒരു ജീവിതശൈലി അതാണ് നമ്മളിപ്പോ വീട്ടില് ഇപ്പൊ ഞാൻ ചുരുക്കാൻ പറഞ്ഞാല് വലിയ ഹോട്ടലിൽ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കൽ കുറവാണ്. നമ്മള് വീട്ടിലുണ്ടാക്കുക, തിന്നുക. ഇനിയിപ്പോ നമ്മൾ ഹോട്ടലിൽ പോയി കൊണ്ടുവരാണെങ്കിൽ ഞാൻ പാത്രമായിട്ടാ പോക്ക് ഉള്ളത് പറയല്ലോ, പാത്രമായിട്ട്. അതായത് ഇപ്പൊ ഒരു കണ്ടെയ്നറിൽ 2 പീസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നെരുങ്ങി പിരിങ്ങിയിട്ടാണ് റൈസ് ഇരിക്കുക, കുറച്ചുണ്ടാവുള്ളൂ.
അതില് മസാലയാണ് ഈ കറി ഉണ്ടാവുക, റൈസ് കുറവായിരിക്കും. അപ്പൊ പാത്രമായിട്ട് പോയാൽ അത്യാവശ്യം റൈസ് ഇടും, മസാല ഇടും, പിന്നെ ഒരു എക്സ്ട്രാ ഓരോ നമ്മൾ പെരേന്നുണ്ടല്ലോ മതിന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു കോരിയും കൂടി അമ്മ അല്ലെങ്കിൽ അമ്മ 2 കോരി ഇട്ടുതരില്ല, ഒരു കോരി അല്ലെങ്കിൽ ആ കോരി നന്നാക്കി ഇട്ടുതരും എന്ന് പറഞ്ഞ മാതിരി ഹോട്ടലിൽ ഓട്ടോമാറ്റിക് ഇട്ടുതരും. ആര് പോയാലും ഇട്ട് കൊടുക്കും, റൈസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇട്ട് കൊടുക്കും. അപ്പൊ അത് നമുക്ക് തിന്നിട്ട് രാത്രിക്കും കൂടി ഉണ്ടാവും ചിലപ്പം. മക്കളെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് പഠിപ്പിക്കുക, നമ്മളെ മാതിരി തന്നെ ജീവിക്കുക, നമ്മളെ മാതിരി തന്നെ വളരുക, അത്രേ ഉള്ളൂ.